أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق. വിശുദ്ധ ഖുർആനിലെ സൂറ അലഖ് എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സർവവും സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ ഓതുക. തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചില ആളുകൾ പറയാറുണ്ട്, വവജദക ളാല്ലൻ ഫഹദ എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നഊസുബില്ലാ വഴിപിഴച്ചവനായിരുന്നു എന്ന്. എന്നാൽ പിന്നീട് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് ഹിദായത്ത് നൽകി എന്ന ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ ആരോപണം തീർത്തും തെറ്റാണ് എന്ന് ഈ വചനത്തിൽ തന്നെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇഖ്റ എന്ന പദത്തിൽ തന്നെ ഈ ആരോപണം തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി നഊസുബില്ലാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപിഴച്ചവനാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു ആദ്യ വഹിയിൽ തന്നെ ഇപ്രകാരം പറയുമായിരുന്നു: നീ ഏതൊന്നാണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ശരിയായ രൂപം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നാൽ ഇവിടെ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യത്തെയും റദ്ദു ചെയ്യുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്ന അധ്യാപനത്തിലെ ഒരു കാര്യത്തെയും അള്ളാഹു ഇവിടെ റദ്ദു ചെയ്യുന്നില്ല. ഒരു ഹക്കീക്കത്തിനെയും ഒരു യാഥാർത്ഥ്യത്തെയും ബാത്തിലാക്കുന്നുമില്ല. മറിച്ച് ഇവിടെ പറഞ്ഞത്, എന്തൊന്നാണോ നമ്മെക്കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തീർത്തും ശരിയാണ്. എന്തൊന്നാണോ ജനങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അത് തീർത്തും തെറ്റുമാണ് എന്നാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് വവജദക ളാല്ലൻ ഫഹദ, അവർ പറയുന്നത് തീർച്ചയായും തെറ്റാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്ന ആ അർത്ഥം, അതുകൊണ്ട് ഇവിടെ റബ്ബിക്ക എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, ഷിർക്കിനെ റദ്ദു ചെയ്യുകയും രണ്ടാമത്തേത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ഏകനാണ് എന്നുള്ള വിശ്വാസവും അതുപോലെ തന്നെ ഇൽഹാം ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള കാര്യവും ഇതെല്ലാം തന്നെ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നു. തുടർന്ന് പറയുന്നു, ബിസ്മി റബ്ബിക്ക, നീ പോവുക നിന്റെ നാഥൻ്റെ നാമത്തെ ലോകർക്ക് മുമ്പിൽ നീ വിളംബരപ്പെടുത്തുക എന്നുള്ള ഒരു കൽപ്പന കൂടി നൽകുന്നുണ്ട്. ചിലർ ആരോപിക്കുന്ന മറ്റൊരു ആരോപണം, ഇഖ്റ ഇസ്മി എന്ന് പ്രയോഗിക്കേണ്ടിയിരുന്നു, എന്നാൽ ഇഖ്റ ബിസ്മി റബ്ബിക്ക എന്നാണ് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന് അതിനൊരു ഉദാഹരണത്തിലൂടെ മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി തരുന്നുണ്ട്. ചില സമയങ്ങളിൽ പോലീസ് കുറ്റവാളികളെ തിരഞ്ഞ് അവരുടെ വീടുകളിൽ പോകാറുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സെർച്ച് വാറണ്ടും കൂടെ കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് പോലീസ് അവരോട് പറയും, ഞങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണകൂടം നിങ്ങളെയും കുറ്റക്കാരായി കണക്കാക്കുന്നതാണ്. പോലീസ് ചെയ്യുന്നത് ഒരു ജഡ്ജിയുടെ തീരുമാനം നടപ്പിലാക്കുക എന്നതാണ്. പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്ക, നീ നിന്റെ നാഥൻ്റെ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരോട് പറയുക. ഈ സന്ദേശം എത്തിക്കുവാനുള്ള കൽപ്പനയുമായിട്ടാണ് എൻ്റെ നാഥൻ എന്നെ അയച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെയല്ല അനുസരിക്കാതിരിക്കുന്നത്, മറിച്ച് അള്ളാഹുവിനെയാണ് നിങ്ങൾ അനുസരിക്കാതിരിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ നാമത്തോടു കൂടിയാണ് ഇക്കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിളംബരപ്പെടുത്തുന്നത് എന്ന്.
ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസങ്ങൾ ശരിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെയും വിളംബരം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊന്നാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് ഞാൻ പറയുന്നതല്ല, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതല്ല, മറിച്ച് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ്. ഈ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വചനത്തിൻ്റെ അർത്ഥം, നീ നിന്റെ നാഥൻ്റെ നാമം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ നീ തന്നെ അത് വിളംബരം ചെയ്യുക എന്നതായി മാറുന്നു. അതുപോലെ നാം നിന്നിൽ ഇറക്കിയ ഈ അധ്യാപനത്തെ സംബന്ധിച്ചും ജനങ്ങളോട് വിളംബരപ്പെടുത്തുക. കാരണം ഈ അധ്യാപനം താങ്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് മുഴു ലോകർക്കും വേണ്ടിയുള്ളതാണ്. കാരണം ഈ അധ്യാപനം എഴുതപ്പെടുന്നതാണ്, പാരായണം ചെയ്യുന്നതാണ്, തുടരെ തുടരെ പാരായണം ചെയ്യുന്നതുമാണ്. താങ്കൾ ഈ ഗ്രന്ഥം ഒരു വ്യക്തി എന്നുള്ളതിൽ ഉപരിയായി കൊണ്ട് മുഴു ലോകത്തിനും വേണ്ടി ഈ അധ്യാപനം എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ അയച്ചിട്ടുള്ളത് എന്ന രീതിയിൽ മനസ്സിലാക്കുക. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇക്കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.